ഇത് കണ്ടോ, OnePlusന്റെ സ്വന്തം ഡൈനാമിക് ഐലൻഡ്. സോ ഞാൻ ഈ OnePlus 12 ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ഓക്സിജൻ OS 15 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സ്റ്റേബിൾ വെർഷനാണ്. ഞാൻ കുറച്ച് ദിവസം ബീറ്റ വെർഷൻ ഉപയോഗിച്ച് നോക്കി. പിന്നെ ഈയിടെയാണ് OnePlus 12 വേണ്ടി സ്റ്റേബിൾ ഓക്സിജൻ OS 15 വെർഷൻ റിലീസ് ചെയ്തത്. പണ്ടത്തെ ആ ഒരു OG ഓക്സിജൻ OS ഉണ്ടല്ലോ, അത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് കൂൾ പുതിയ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഈയിടെ ഒരാഴ്ചയായിട്ട് എനിക്ക് നല്ല പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഒരു ലെവലായത്. ഇത്തരത്തിലുള്ള അടിപൊളി ടെക് വീഡിയോസ് മിസ് ആവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഞാൻ നോട്ടീസ് ചെയ്ത ഫസ്റ്റ് ചേഞ്ച് ആണ് ആനിമേഷൻ. ഓക്സിജൻ OSന്റെ ആനിമേഷൻ പണ്ട് തൊട്ട് കിടിലനാണ്. എന്നാൽ ഓക്സിജൻ OS 15 അത് ഇനിയും സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. പാരലൽ ആനിമേഷൻ എന്നൊരു ഫീച്ചർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാരലൽ ആനിമേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ OS 14 വരെ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്ന ആനിമേഷൻ ഫുള്ള് കഴിഞ്ഞാൽ മാത്രമേ ഈ ഓപ്പൺ ആവുന്ന ആനിമേഷൻ സ്റ്റാർട്ട് ആകുമായിരുന്നുള്ളൂ. എന്നാൽ ഓക്സിജൻ OS 15 പാരലൽ ആനിമേഷൻ ഫീച്ചർ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്ന ആ ഒരു ആനിമേഷൻ്റെ കൂടെ തന്നെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഇങ്ങനെ മനസ്സിലായോ? സോ ഇത് വലിയൊരു ചേഞ്ച് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു എക്സ്ട്രാ സ്മൂത്ത്നെസ് ഇസ് വെരി വെരി നൈസ്. പിന്നെ ഇതാ കണ്ടില്ലേ, ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ആനിമേഷൻ മാറിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഓക്സിജൻ OS 14 ആണ്, റൈറ്റ് സൈഡിലാണ് OnePlus 12 ഓക്സിജൻ OS 15. വേവ് പോലെയാണ് തുറന്നു വരുന്നത്. വെരി നൈസ്. അതേ രീതിയിൽ ഒരു വിഡ്ജറ്റ് ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോൾ ആനിമേഷൻ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പുതിയ ചാർജിങ് ആനിമേഷൻ വന്നിട്ടുണ്ട്, പുതിയ ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആനിമേഷൻ, പിന്നെ വോളിയം കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും കാണിക്കുന്ന ആനിമേഷൻ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ചേഞ്ച് ആയിട്ട് ഒരു തിൻ ലൈനായി മാറും. പിന്നെ വളരെ യൂസ്ഫുൾ ആയ ഒരു ഫീച്ചർ എന്താണെന്നറിയാം, ഈ ഓക്സിജൻ OS 15 എടുക്കുന്നത് വെറും 8 GB ആണ്. മറിച്ച് നമ്മൾ ഓക്സിജൻ OS 14 നോക്കുമ്പോൾ ഏകദേശം 20 GB എടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ആ ഒരു എക്സ്ട്രാ 10-12 GB നിങ്ങൾക്ക് ഫോട്ടോ, വീഡിയോ, ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പണ്ടത്തെ OnePlus ഫോൺസിൽ ഉണ്ടായിരുന്ന ഒരു ഈസ്റ്റർ എഗ് ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് 1+ ഈക്വൽ പ്രസ് ചെയ്യുമ്പോൾ നെവർ സെറ്റിൽ എന്ന് എഴുതി വരുന്നുണ്ട്. വളരെ കൂളായിട്ട് തോന്നി. ഓക്സിജൻ OS 14 ഒരു വലിയ കുറവായിരുന്നു, ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഫീച്ചർ ഇല്ലായിരുന്നു. ഓക്സിജൻ OS 15 OnePlus അത് കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലസ് കുറച്ചും കൂടി എക്സ്ട്രാ ഫീച്ചർ തന്നിട്ടുണ്ട്. ദാറ്റ്സ് വെരി വെരി നൈസ്. ഐ റിയലി ലൈക്ക് ദ ന്യൂ തീം ഫീച്ചർ. ഇതാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഇതാണ് ലോക്ക് സ്ക്രീൻ ആൻഡ് ഇതാണ് ഹോം സ്ക്രീൻ. സോ ഇറ്റ്സ് വെരി നൈസ്. നല്ല ആനിമേഷനോട് കൂടിയാണ് വരുന്നത്. സോ സെറ്റിംഗ്സിൽ കയറിയിട്ട് വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ ഓപ്ഷനിലേക്ക് പോയാൽ ഇതാണ് പുതിയ തീംസ്. സ്വൈപ്പ് ചെയ്താൽ വേറെ വേറെ തീംസ് സെലക്ട് ചെയ്യാം. മോർ തീംസിലേക്ക് പോയാൽ ക്ലാസിക്, സ്ലീക്ക്, സബ്ലൈം, ഗ്രാൻഡ്യൂർ, പൾസ്, ഹീലിംഗ് മൊമെന്റ്സ്, ലൈറ്റ് ആൻഡ് ഷാഡോ, കോമ്പോസിഷൻ ആൻഡ് ഏരിയൽ വ്യൂസ്. കുറേ ഓപ്ഷൻ തന്നിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഈ കാണുന്ന പൾസ് തീമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ലോക്ക് സ്ക്രീൻ ആൻഡ് ഹോം സ്ക്രീൻ കാണാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലോക്ക് സ്ക്രീൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഡെപ്ത് എഫക്റ്റ് ഓഫ് ആൻഡ് ഓൺ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വാൾപേപ്പറിന് മുകളിൽ ഈ കാണുന്ന ഡിഫറെന്റ് ഗ്ലാസ് പാറ്റേൺ എഫക്ട്സ് ആഡ് ചെയ്യാം. ക്ലോക്ക് വിജറ്റിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, സൈസ് ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. ഇനി വേണമെങ്കിൽ വെതർ ഇൻഫോർമേഷൻ ആൻഡ് സ്റ്റെപ്പ് ഇൻഫോർമേഷനും ആഡ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടെ കൊടുക്കേണ്ടതായിരുന്നു, അതായത് ഈ കാണുന്ന ടെക്സ്റ്റ് ഇല്ലേ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ലോക്ക് ഉള്ള ഈ ഒരു ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ OnePlus ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പറഞ്ഞ മോട്ടിവേഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യേണ്ടി വരും. പിന്നെ മറ്റൊരു വീഡ് സംഭവം എന്താണെന്ന് വെച്ചാൽ, നോർമലി ഈ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ വരുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ എഡിറ്റ് ഓപ്ഷൻ വരേണ്ടതാണ്, പക്ഷേ ഇവിടെ അത് വരുന്നില്ല. സോ സെറ്റിംഗ്സിൽ കയറിയിട്ട് തന്നെ എഡിറ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ആണ് ഈ കാണുന്ന ക്വിക്ക് സെറ്റിംഗ്സ് പേജ് അല്ലെങ്കിൽ ക്വിക്ക് ടോഗിൾസിന്റെ പേജ്. ലെഫ്റ്റ് സൈഡിലുള്ള ഓക്സിജൻ OS 14 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഓക്സിജൻ OS 15 കണ്ടില്ലേ, അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും iOSലുള്ള ക്വിക്ക് ടോഗിൾസിന്റെ ഒരു ചായ കാച്ചിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും എനിവേ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ, അതായത് ഒന്നെങ്കിൽ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ക്ലാസിക്. സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് താഴേക്ക് വലിച്ചാൽ ക്വിക്ക് ടോഗിൾസും, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വലിച്ചാൽ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് വരും. ക്ലാസിക് സെലക്ട് ചെയ്താൽ രണ്ടും കൂടി ഒരുമിച്ച് കാണിക്കും. പിന്നെ കുറച്ചും കൂടി ക്ലീൻ ലുക്ക് വേണമെങ്കിൽ ഈ കാണുന്ന ക്വിക്ക് ടോഗിൾസിന്റെ പേര് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്താൽ മതി. കണ്ടില്ലേ, കുറച്ചും കൂടി ക്ലീൻ ലുക്ക് കിട്ടുന്നുണ്ട് ഇഫ് യു വാണ്ട്. ഇത് കണ്ടോ, ക്വിക്ക് ടോഗിൾസ് ആണെങ്കിലും സെറ്റിംഗ്സിലുള്ള ടെക്സ്റ്റ് ആണെങ്കിലും നമ്മുടെ പണ്ടത്തെ ഓക്സിജൻ OSന്റെ ഒരു ഫീല് കിട്ടുന്നുണ്ടല്ലോ. ഒരു മിനിമലിസ്റ്റിക് ലുക്ക് ഉണ്ട്. 2 ടോൺ കളറിലാണ് വരുന്നത്. സെറ്റിംഗ്സിൽ പോയിട്ട് ആ സെയിം വാൾപേപ്പർ സ്റ്റൈൽ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ കളേഴ്സിൽ കയറിയിട്ട് 2 ടോൺ സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പണ്ടത്തെ ഓക്സിജൻ OSന്റെ ഫീൽ തരുന്ന തരത്തിലുള്ള 2 ടോൺ സ്റ്റൈൽ കിട്ടുന്നത്. പിന്നെ ഐക്കൺസിലേക്ക് പോയാൽ ഇവിടെ 2 പുതിയ ഐക്കൺ പാക്സ് വന്നിട്ടുണ്ട്, റേഡിയൻസ് ആൻഡ് ഷാഡോ. നെക്സ്റ്റ് ആണ് ഞാൻ ഇൻട്രോയിൽ കാണിച്ചു തന്ന ഒരു ഡൈനാമിക് ഐലൻഡ്. സോ OnePlus ഇതിനെ ലൈവ് അലേർട്ട് എന്നാണ് വിളിക്കുന്നത്. OnePlus നേരെ iOS-ന് എടുത്ത് ചാമ്പിയിട്ടുണ്ട്. ഓക്കെ, സെയിം സംഭവമാണ്, പക്ഷേ അതിന്റെ മേളിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി നൈസ്. സോ സെറ്റിംഗ്സിൽ കയറിയിട്ട് ലൈവ് അലേർട്ട് സെലക്ട് ചെയ്താൽ മതി. ഇതാണ് ആ ഒരു ഓപ്ഷൻ. സോ ഫോർ എക്സാമ്പിൾ ടൈമർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്
ചെയ്തിട്ട് മിനിമൈസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ആ ഒരു പഞ്ച് ഹോൾ കട്ടൗട്ടിലേക്ക് കയറി പോകും. സെയിം സ്പോട്ടിഫൈയിൽ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് അത് മിനിമൈസ് ചെയ്യുമ്പോഴും അത് കയറി ചെല്ലുന്നുണ്ട്. യൂട്യൂബ് മ്യൂസിക്കിൽ വർക്ക് ആവുന്നില്ല, ഐ ഡോണ്ട് നോ വൈ. പിന്നെ ലൈവ് അലേർട്ട് ഐലൻഡിന്റെ മേളിൽ ടാപ്പ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ തുറന്നു വരണോ അതോ ടാപ്പ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ബബിൾ ആണോ കാണേണ്ടത്, അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും സെറ്റിംഗ്സിൽ പോയിട്ട്. ദാറ്റ് ഇസ് നൈസ്. സോ കസ്റ്റമൈസ്ഡ് ഫീച്ചർ തന്നിട്ടുണ്ട്. പ്ലസ് 2 ആപ്ലിക്കേഷൻസ് ഇതിലേക്ക് കയറി പോകുമ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇതാ കണ്ടില്ലേ 2 ആപ്ലിക്കേഷൻ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. മൾട്ടി ടാസ്കിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു അടിപൊളി ഫീച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാ കണ്ടില്ലേ യൂട്യൂബും പ്ലേ സ്റ്റോറും ഒരുമിച്ച് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സെൻറ്റർ സ്പ്ലിറ്റ് ലൈൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കിയിടാം. എന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുന്നതിന് ശേഷം അത് വലിച്ച് താഴേക്ക് ആക്കിയാൽ സെക്കൻഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇത് പോർട്രേറ്റ് മോഡ് ആൻഡ് ലാൻഡ്സ്കേപ്പ് മോഡ് രണ്ടിലും വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഫൈനലി ഓക്സിജൻ OSലും AI ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ ഇതിലുള്ളത് സ്റ്റേബിൾ വെർഷനാണ്. സ്റ്റേബിൾ വെർഷനിൽ OnePlus ഇതുവരെ AI ഫീച്ചേഴ്സ് ഒന്നും തന്നിട്ടില്ല. അങ്ങനെ പുത്തൻ AI ഫീച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഓൾറെഡി മറ്റു ഫോൺസിൽ, ഫോർ എക്സാമ്പിൾ പിക്സൽ ആണെങ്കിലും സാംസങ്ങിന്റെ ഫോൺസിൽ കണ്ട AI ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള AI ഫീച്ചേഴ്സ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ AI അൺബ്ലർ ഫീച്ചർ ഉണ്ട്, റിഫ്ലക്ഷൻ മാറ്റി തരുന്ന AI റിഫ്ലക്ഷൻ ഇറേസർ, AI വഴി ഡീറ്റെയിൽസ് കൂട്ടി തരുന്ന AI ഡീറ്റെയിൽ ബൂസ്റ്റ് ഫീച്ചർ. പിന്നെ നോട്ട്സ് ആപ്ലിക്കേഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് ഫോർമാറ്റ് ചെയ്യാം, ക്ലീനപ്പ് ചെയ്യാം, പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇലാബറേറ്റ് ചെയ്യാം, അതായത് ഫസ്റ്റ് സെന്റൻസ് എഴുതി കൊടുത്താൽ മതി, ബാക്കി ആ വിഷയം മനസ്സിലാക്കിയിട്ട് AI തന്നെ എല്ലാം എഴുതി തരും. സർക്കിൾ ടു സെർച്ച് ഫീച്ചറും ഫൈനലി ഓക്സിജൻ OS 15 വന്നിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞതുപോലെ കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ചില ഫീച്ചേഴ്സ് പുതിയതാണ്, ചിലത് കോപ്പിയാണ്, ചിലത് ഇൻസ്പയർഡ് ആണ്. ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന S25 Ultra, അതായത് സാംസങ്ങിന്റെ S25 Ultrയിൽ എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.